കോഴിക്കോട് താമരശ്ശേരി സ്വദേശി കരീമിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ 12 ആണ്ടിന് ശേഷം വിചാരണ തുടങ്ങുകയാണ്. 2013 സെപ്റ്റംബർ 28-നാണ് കരീമിനെ ഭാര്യയും മക്കളും ചേർന്ന് ശ്വാസം മുട്ടിച്ചു കൊന്നത്. കരീമിന്റെ ഭാര്യ, 2 മക്കൾ, മകന്റെ സുഹൃത്ത് എന്നിവരാണ് കേസിലെ പ്രതികൾ. തന്റെ 2 മക്കളെയും ഒരുപാട് സ്നേഹിച്ച ഒരു ഉപ്പ, തന്റെ ഭാര്യയെ പൊന്നുപോലെ നോക്കിയ ഒരു ഭർത്താവ്. എന്നാൽ ആ സ്നേഹത്തിനും കരുതലിനുമൊന്നും ഒരു വിലയും ഉണ്ടായില്ല. സ്നേഹിച്ചവർ തന്നെ സ്വത്തിന്റെ പേരിൽ അതിക്രൂരമായി ആ മനുഷ്യനെ കൊലപ്പെടുത്തി. 2013 സെപ്റ്റംബറിലാണ് കോഴിക്കോട് താമരശ്ശേരി കോരങ്ങാട് അതിക്രൂരമായ കൊലപാതകം അരങ്ങേറിയത്. ഖത്തർ വ്യവസായിയായിട്ടുള്ള അബ്ദുൽ കരീം കേരളത്തിലുടനീളം വലിയ വ്യവസായ സംരംഭകനാണ്. സ്വത്തുക്കളൊന്നും തങ്ങൾക്ക് കിട്ടില്ലെന്നായിരുന്നു ഭാര്യ മൈമൂനയുടെയും മക്കൾ മിദ്നാജിന്റെയും ഫിർദൌസിന്റെയും ഉൾഭയം. ഈ ഉൾഭയം ഉണ്ടാവുന്നതിന് പിന്നിൽ ഒരു കാരണം കൂടെ. ഗൾഫിൽ കഴിയുന്ന അബ്ദുൽ കരീമിന് ഒരു ശ്രീലങ്കൻ യുവതിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നുവരെ ആരോപണവും ഉയർന്നിട്ടുണ്ട്. എന്നാൽ അബ്ദുൽ കരീമിന്റെ സ്വത്തുക്കളെല്ലാം ഈ ശ്രീലങ്കൻ യുവതിയിലേക്ക് കൈമാറുമെന്ന ഭയം മൈമൂനക്കും മക്കൾക്കും ഉണ്ടായിരുന്നു. അതുമാത്രവുമല്ല, നാട്ടിൽ ഒരു പുതിയ വീട് വെക്കുന്ന സമയത്ത് അത് ഭാര്യ മൈമൂനയുടെ പേരിൽ വീട് വെക്കണമെന്ന നിർദ്ദേശവും നൽകിയിരുന്നു. എന്നാൽ അബ്ദുൽ കരീം നാട്ടിലെത്തി ആ വീട് വെച്ച സമയത്ത് സ്വന്തം പേരിൽ വീടെടുത്തു. മൈമൂനയുടെയും മക്കളുടെയും പേരിൽ വീടെടുത്തില്ല എന്നുള്ളതാണ് കാര്യം. ഇതിൽ അരിശം പൂണ്ട മൈമൂനയും മക്കളും അതിക്രൂരമായി കൊലപ്പെടുത്താനുള്ള പ്ലാനിങ്ങിലേക്ക് കടന്നു. 2013 സെപ്റ്റംബറിലാണ് നാടിനെ നടുക്കിയ ആ സംഭവം അരങ്ങേറുന്നത്. വളരെ ആസൂത്രിതമായാണ് മൈമൂനയും മക്കളും ചേർന്ന് കൊലപാതകത്തിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചത്. മിദ്നാജിന്റെയും ഫിർദൌസിന്റെയും കൂട്ടുകാരനായിട്ടുള്ള റഫീഖിനെയാണ് ക്ലോറോഫോം വാങ്ങാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നത്. അക്കാലത്ത് ഗുരുവായൂരപ്പൻ കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയാണ് റഫീഖ്. റഫീഖ് കടയിൽ ചെന്നപ്പോൾ കുറിപ്പടിയില്ലാതെ ക്ലോറോഫോം നൽകില്ലെന്ന് കടയിലുള്ളവർ പറഞ്ഞു. അങ്ങനെ കോളേജിന്റെ മേൽവിലാസത്തിൽ വ്യാജമായ ഒപ്പും സീലും ഉണ്ടാക്കി കടയിൽ കൊടുത്ത് ക്ലോറോഫോം വാങ്ങിച്ചു. ആവശ്യക്കാരായിട്ടുള്ള മിദ്നാജിനും ഫിർദൌസിനും ക്ലോറോഫോം നൽകുകയും ചെയ്തു. ഈ ക്ലോറോഫോം ഉപയോഗിച്ചാണ് മൈമൂനയുടെ നേതൃത്വത്തിൽ കോരങ്ങാട്ട് വീട്ടിൽ വെച്ച് അബ്ദുൽ കരീമിനെ കൊലപ്പെടുത്തുന്നത്. എന്നാൽ ഈ അബ്ദുൽ കരീം ഖത്തറിൽ നിന്ന് വീട്ടിലേക്ക് എത്തിയത് ഈ മക്കളുടെ സ്നേഹം കണ്ടാണ്. സ്നേഹം നടിച്ചായിരുന്നു ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് എത്തിച്ചിരുന്നത്. എന്നാൽ കൊലപാതകം നടത്തിയതുകൊണ്ട് തീർന്നില്ല. അതിക്രൂരമായി തന്നെ ശവസംസ്കാരത്തിനുള്ള നടപടികളും ഇവരിൽ നിന്ന് ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. അബ്ദുൽ കരീമിന്റെ മൃതദേഹം കൊണ്ടുപോയി കളയാൻ വേണ്ടി സഹായം തേടിയത് ഇവരുടെ തന്നെ ബന്ധുവായിട്ടുള്ള മുഹമ്മദ് ഫായിസിനെ ആയിരുന്നു. മുഹമ്മദ് ഫായിസിന്റെ കാറിൽ മൃതദേഹവുമായി കർണാടക ജില്ലയിലെത്തി. കർണാടക ജില്ലയിലെ ചാമരാജ് നഗറിലെ മസനപുരം ഗ്രാമത്തിലെ കബനി നദിയിൽ മൃതദേഹം ഒഴുക്കി. ശേഷം പ്രതികളെല്ലാം അവിടെ നിന്ന് കേരളത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. എന്നാൽ അടുത്ത മാസം നവംബറിലാണ് അബ്ദുൽ കരീമിനെ കാണാനില്ലെന്ന പരാതിയുമായി ബന്ധുക്കൾ തന്നെ താമരശ്ശേരി പോലീസിലെത്തുന്നത്. അവിടെ മുതൽ അന്വേഷണം ആരംഭിക്കുകയാണ്. തലങ്ങും വിലങ്ങും അന്വേഷിച്ചിട്ടും പോലീസിന് ഒന്നും കണ്ടെത്താനായില്ല. എന്നാൽ പ്രതികൾ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയിലേക്ക് എത്തുകയാണ്. അന്വേഷണത്തിൽ വീഴ്ചയുണ്ടെന്നും അന്വേഷണം പോരാ എന്നും പറഞ്ഞായിരുന്നു ഇവരുടെ പരാതി. എന്നാൽ അന്വേഷണം പിന്നീട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ പരാതിക്കാർ തന്നെയാണ് പ്രതികളെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തുകയും ചെയ്തു. അവിടെ മുതലാണ് ഇവരെ വിശദമായി ചോദ്യം ചെയ്യുന്നത്. മൈമൂനയെ കസ്റ്റഡിയിൽ വാങ്ങി നിരന്തരമായി ചോദ്യം ചെയ്തപ്പോൾ കുറ്റകൃത്യത്തിന്റെ ചുരുളെല്ലാം ഒറ്റയടി കഴിഞ്ഞു. ഫിർദൌസും മിദ്നാജും സഹായിച്ചവരുമെല്ലാം കുറ്റക്കാരാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ പിന്നീട് കബനി നദിയിൽ നിന്ന് ഈ മൃതദേഹം കിട്ടാൻ വേണ്ടി പോലീസ് ഒരുപാട് അലഞ്ഞു അന്വേഷിച്ചു. മൈസൂരുവിലേക്ക് പ്രതികളെയും കൊണ്ട് പോകുന്നതിനിടയ്ക്കാണ്
കബനി നദിയിൽ മീൻ പിടിക്കുന്ന ആളുകൾക്ക് അബ്ദുൽ കരീമിന്റെ മൃതദേഹം കിട്ടുന്നത്. മൃതദേഹത്തിന് തലയുണ്ടായിരുന്നില്ല. കാൽ മുതൽ കഴുത്തുവരെയുള്ള ഭാഗമായിരുന്നു കിട്ടിയത്. അതിൽ പരിശോധന നടത്തിയതിനു ശേഷമാണ് മൃതദേഹം അബ്ദുൽ കരീമിൻ്റെതാണെന്ന് തിരിച്ചറിയുന്നത്. അങ്ങനെ കൂടുതൽ തെളിവുകളുമെല്ലാമായപ്പോൾ പോലീസ് കുറ്റപത്രവും സമർപ്പിച്ചു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഈ കേസിൽ ഇപ്പോൾ വിചാരണ തുടങ്ങാനിരിക്കുകയാണ് പോലീസ്. ഒരു നാടിനെ ഒന്നാകെ നടുക്കിയ സംഭവം. വർഷങ്ങൾക്കിപ്പുറം ആ കേസിൽ കുറ്റവിചാരണയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നു പോലീസ്. അതിനു വേണ്ടിയിട്ട് വക്കീലിനെ അടക്കം ഒരുക്കി അതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കുകയുമാണ്. സ്വത്തിൻ്റെ പേരിൽ സ്വത്തുക്കളെല്ലാം മറ്റൊരാൾ തട്ടിയെടുക്കുമെന്ന ഭയം കൊണ്ട് മാത്രമാണ് സ്വന്തം ബന്ധുക്കൾ, സ്വന്തം ഭാര്യ, മക്കൾ ഉൾപ്പെടെയുള്ളവർ അബ്ദുൽ കരീമിനെ കൊലപ്പെടുത്തിയത് എന്ന ഒരു വിചിത്രത കൂടെ ഈ സംഭവത്തിൽ നിലനിൽക്കുന്നുണ്ട്. കേരളത്തിൽ ഒട്ടേറെ മിസ്സിംഗ് കേസുകളുണ്ട്. കേരളത്തിൽ തെളിയിക്കപ്പെടാതെ പോയ ഒരുപാട് കേസുകളുണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറങ്ങൾ അന്വേഷിച്ചാൽ ഒരു പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും വിചിത്രമായ കാര്യങ്ങൾ ഉണ്ടാവും. ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.